ഈ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് നമുക്കറിയാം വചനം എന്ന് പറയുന്നത് ഈശോയാണ്. വചനം ഈശോയാണ്. അപ്പം നമ്മൾ ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ള ഒരു വ്യക്തി മാത്രമേ ആ കുർബാനയിൽ നിന്ന് കഴിഞ്ഞാൽ ആ കുർബാനയിൽ ആ പുള്ളിക്ക് അതൊരു ഇതെന്റെ കർത്താവിന്റെ ബലിയാണ്, ഞാൻ സ്വീകരിക്കുന്നത് എന്റെ കർത്താവിന്റെ ശരീരമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഈ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് വിതക്കാരന്റെ ഉപമയില് 12-ാം വാക്യം ഈശോ പറയുന്നുണ്ട്, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണിത്. പഴയ നിയമത്തില് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 6-ാം അധ്യായത്തില് ഏശയ്യാ പ്രവാചകൻ വചനം പ്രസംഗിക്കുമ്പോഴും സ്വീകരിക്കാതെ ഇരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൾക്കാര് അവരുടെ ഹൃദയം കഠിനമാക്കും, അവരും അത് സ്വീകരിക്കാതിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഏശയ്യാ പ്രവാചകന്റെ അതേ ഈശോ വചനം സംസാരിക്കുമ്പോഴും സ്വീകരിക്കാതിരിക്കുന്നവരുണ്ട്. ഈശോ കാര്യങ്ങള് ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോഴും അത് സ്വീകരിക്കാതിരിക്കുന്നവരുണ്ട് എന്ന് ഈശോ തന്നെ പറയുകയാണ്. അപ്പൊ നമുക്കറിയാം ഈശോയുടെ ഈശോയുടെ സമയത്ത് ഈശോയിൽ വിശ്വസിക്കാഞ്ഞ ഒരുപാട് പേരുണ്ട്. ഈശോയിൽ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. സെന്റ് തോമസ് അക്വീനാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സെന്റ് തോമസ് അക്വീനാസ് പറയാണ്, ഈശോയുടെ ബലി എന്ന് പറയുന്നത് സഫിഷ്യന്റ് ആണ്, സൂപ്പർ അബണ്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതും ആവശ്യത്തിലധികമായതുമാണ് ഈശോ പിതാവിന് അർപ്പിച്ചത്. സഫിഷ്യന്റ് ആണ്, അധികമാണ്. അപ്പം എന്തിനാണ് ഇപ്പം ഐവിൻ ബ്രോ പറഞ്ഞു തുടക്കത്തിൽ, ഐവിൻ ബ്രോ സൂചിപ്പിച്ചു, വേണമെങ്കിൽ നമുക്ക് ഈശോയ്ക്ക് വേണമെങ്കിൽ കുരിശുമരണം വരിക്കാതെ ലോകത്തെ രക്ഷിക്കാനായിട്ടുള്ള മാർഗമുണ്ട് അല്ലെ. ഞാൻ നമ്മുടെ മാത്യു ഇല്ലത്തുപറമ്പിലച്ചന്റെ വിശുദ്ധ പീഡകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ്, ഈശോയ്ക്ക് കുരിശില്ലാതെ ലോകത്തെ രക്ഷിക്കാനായിട്ട് കഴിയും. ഈശോയുടെ ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. ഈശോയുടെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. സെന്റ് തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഈശോയുടെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള സഹനം, ഏറ്റവും ചെറിയ സഹനത്തിന് പോലും ലോകത്തിന്റെ പാപം മുഴുവൻ ക്ഷമിക്കാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ ഈശോ അതൊന്നും വകവയ്ക്കാതെ ഈശോ ഏറ്റവും പെർഫെക്റ്റ് ആൻഡ് മാക്സിമം സഹിക്കാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും മാക്സിമം ആത്മാവിലും ശരീരത്തിൽ മാത്രം നമ്മുടെ ഈശോയുടെ സഹനം നോക്കുമ്പോഴത്തേനും നമ്മൾ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ഈ IS തീവ്രവാദികളുടെ ക്യാമ്പിൽ അകപ്പെടുന്ന ആൾക്കാര് ഇതിനേക്കാളും ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കാര് ഇതിനെക്കാട്ടിലും മർദ്ദിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഈശോയുടെ ആത്മാവിലെ സഹനം എന്ന് പറയുന്നതാണ്, അത് ഒരു രക്തസാക്ഷിയും ഒരു മനുഷ്യനും ഈശോയുടെ ആത്മാവിൽ ഈശോയേറ്റ സഹനം അനുഭവിച്ചിട്ടില്ല. കാരണം ഈശോയുടെ സത്തയായ പിതാവുമായിട്ടുള്ള ഗാഢബന്ധം ലോകത്തിന്റെ മുഴുവൻ പാപം ഏറ്റുവാങ്ങിയപ്പോ ഏറ്റവും വലിയ പാപിയായിട്ട് ഈശോ മാറി. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, അതാണ് ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നത്, പിതാവേ എനിക്കിത് പറ്റത്തില്ല, കാരണം ആ ബന്ധത്തിൽ നിന്ന് അകലാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ ബന്ധത്തിൽ ആ ഒരു സഹനം, മനസ്സിലായോ? ഈശോയുടെ ശരീരത്തെക്കാളും ഈശോയുടെ ആത്മാവിൽ ഈശോ അനുഭവിച്ച സഹനം. ഈശോ ഏറ്റവും സ്നേഹിച്ച് കൂടെ നിർത്തിയ ശിഷ്യന്മാര് ഈശോയെ വിട്ടോടിപ്പോയി. ഈശോയുടെ ആത്മാവിൽ അനുഭവിച്ച സഹനമാണ്. അപ്പൊ ഈശോയുടെ ആത്മാവിലും ഈശോയുടെ ശരീരത്തിലും ഈശോ സഹിക്കാവുന്നതിന്റെ ഏറ്റവും മാക്സിമം സഹിച്ചു. ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചതാണ്, അവസാനം ഈശോയ്ക്ക് കയ്പ് നിറഞ്ഞ പാനീയം കൊടുക്കുന്നുണ്ടല്ലോ. ഈശോയെ ചെമ്മട്ടികൾ കൊണ്ട് അടിച്ചപ്പോഴത്തേനും ഈശോയുടെ നാവിന് ക്ഷതമൊന്നും ഏറ്റിട്ടില്ല. ഈശോയുടെ നാവിന് ക്ഷതം ഏറ്റിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അവസാനത്തേതായിട്ട് നാവിന്റെ സഹനമായിട്ട് ഏറ്റവും കൈപ്പേറിയിട്ടുള്ള പാനീയം ഈശോ രുചിച്ചു, ഏറ്റവും കൈപ്പേറിയുള്ള പാനീയം. അപ്പം ചില സഭാപിതാക്കന്മാരൊക്കെ ആ ഒരു പാനീയത്തെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൈപ്പേറിയ പാനീയം എന്ന് തന്നെയാണ് ബൈബിള് വ്യാഖ്യാനിച്ച സഭാപിതാക്കന്മാരൊക്കെ പറയുന്ന കാര്യം. അപ്പം നാവിന്റെ ഏറ്റവും സഹനം പോലും ഈശോ, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും ഈശോ സഹിച്ചു. അത് നമ്മളോടുള്ള ആ ഒരു തീവ്രമായ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള കവിഞ്ഞൊഴുകുന്ന സ്നേഹവും പിന്നെ പാപം ഏൽപ്പിക്കുന്ന ക്ഷതം, അത് നമ്മളെ മനസ്സിലാക്കി തരും. മനസ്സിലായല്ലോ? അപ്പൊ കുരിശിലേക്ക് നോക്കുവാണെങ്കിൽ പാപത്തിന് ഈശോ കൊടുക്കേണ്ടി വന്ന വില, പാപം. അപ്പം അപ്പം കുരിശിന്റെ ചോട്ടിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈശോയുടെ പീഡാനുഭവം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു അവസരത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മള് ഈശോയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ആ പാപത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ
പാപത്തെ ഉപേക്ഷിക്കുക, നമ്മൾ അതിനൊരു സ്റ്റെപ്പ് എടുക്കുക. മനസ്സിലായല്ലോ? നമ്മൾ എത്രമാത്രം വിജയിച്ചു പരാജയപ്പെട്ടു എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഈശോയെ ഞാനിത് വേണ്ടെന്ന് വെക്കുന്നു, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഈ പാപം എന്നെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നു. മനസ്സിലായോ? അപ്പം അങ്ങനെ എളിമപ്പെട്ട് അങ്ങനെ ഈശോയെ വിനയപൂർവ്വം സ്വീകരിക്കാൻ കഴിഞ്ഞാല്, പിന്നെ വചനത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, ഈശോ എങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ്, പിന്നെ ഈശോ നമ്മുടെ മേൽ ഭരണം നടത്തും. മനസ്സിലായല്ലോ? പിന്നെ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിരിക്കും. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം പിന്നെ ഉത്തരം കിട്ടും. പിന്നെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അപ്പം വിനയപൂർവ്വം ഈശോയെ സ്വീകരിക്കുക.